ഓക്കെ ഓക്കെ, ഐ വിൽ കോൾ. ഫുൾ മഞ്ഞിൻ്റെ ഉള്ളിൽ കിട്ടില്ല റൂട്ട് മോനെ, കിട്ടില്ല റൂട്ട്. മസ്റ്റ് ട്രീ ആണ് ഏർക്കാട്. கையில் டென்ட் இருக்கு, ஸ்டே பண்ண முடியுமா எங்கேயாச்சும்? ഓക്കെ ശരി. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഭവം സെറ്റാകുന്നതായിരിക്കും. ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എണീച്ചതെല്ലാം ഇപ്പോൾ സമയം 6:27 കറക്റ്റ്. ഗായ്സ് ഇപ്പോഴും ഫോഗിന് ഒരു കുറവില്ല, നല്ല രീതിയിൽ തണുപ്പുണ്ട്. നൈറ്റ് അങ്ങനെ ഫുള്ളായിട്ടൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ ബ്രീത്ത് എടുക്കുമ്പോൾ ഭയങ്കര ഐസ് അങ്ങനത്തെ ഫീലാണ് വരുന്നത്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് നമ്മൾ അവിടുത്തെ ടെൻറ്റൊക്കെ റിമൂവ് ചെയ്ത് എല്ലാം വണ്ടി കയറ്റി, എല്ലാം സെറ്റാണ്. വെള്ളം കാര്യങ്ങളൊക്കെ കയറ്റി വെച്ച് എല്ലാം ടൈറ്റാണ്. പിന്നെ ഉണ്ട് ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ, ഫുള്ള് പോകണം. മറ്റേ ബ്രോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ ബ്രോക്ക് ഒരു 360 വീഡിയോ എടുത്തു കൊടുക്കുകയും ചോദിച്ചിന്. അപ്പോൾ അത് എടുത്തു കൊടുക്കണം. ലൈറ്റ് ഓൺ ആക്കി പോളാമോ? ഗൈസ് നമ്മൾ ഇന്നലെ കഴിച്ച ഫുഡ് ഇവിടുന്നാണ്, മീറ്റ് ആൻഡ് ഈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കഴിച്ചത്. ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ടേസ്റ്റിൻ്റെ എല്ലാ മാറ്റർ, സർവീസ് അവിടെ നിൽക്കുന്ന ചങ്ങായി സർവീസ് ചെയ്യുന്ന മോശമാണ്. അതേപോലെ തന്നെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഫുള്ള് ഫോഗാണ് കേട്ടോ, ഫുള്ള് ഫോഗാണ്. അപ്പോൾ ഇതാ കാപ്പിത്തോട്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോവാണ്, നല്ല തണുപ്പൊക്കെ ആയിട്ട്. കണ്ണ് ഇതുവരെ പെയിൻ വന്നിട്ടില്ല, കണ്ണ് വേന വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ കൊള്ളി ഹിൽസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന വഴി ഇറങ്ങേണ്ട വരില്ല, കാരണം വേറെ വഴിയായിരിക്കും. ഈ ഒരു ബ്രോ അത്യാവശ്യം നല്ലൊരു ബ്രോ ആണ്. അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിന് ഇതായാലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും കുറേ സംഭവമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ട്രാവലിൻ്റെ കുറേ പറഞ്ഞു തന്നു, വണ്ടീൻ്റെ കുറേ പറഞ്ഞു തന്നു. അപ്പോൾ ടെൻ്റ് അടിക്കേണ്ട പറഞ്ഞു തന്നു, ഫുഡ് വെക്കേണ്ട, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എനിക്കറിയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ബ്രോക്കും പറഞ്ഞു കൊടുത്തു. ഫോൺ നമ്പർ പോലും വാങ്ങിയില്ല, എൻ്റെ പേര് പോലും ചോദിച്ചില്ല ബ്രോയിൻ്റെ, എൻ്റെ പേരും ചോദിച്ചില്ല. നമ്മളിങ്ങനെ ടെൻ്റ് അടിച്ച് ഇങ്ങനെ രാത്രിയൊക്കെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ടെൻ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബ്രോൻ്റെ വണ്ടി ഇപ്പോൾ ഏകദേശം 1,40,000 കിലോമീറ്റർ ഓടി. അപ്പം ഗൈസ് പെട്രോൾ പമ്പ് എത്തി. ഇവിടുന്ന് ബ്രോന് വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തു. ബ്രോ പെട്രോൾ അടിച്ചു. നമ്മൾ പിന്നെ ഇന്നലെ പെട്രോൾ അടിച്ചുകൊണ്ട് പിന്നെ പെട്രോൾ ഫുള്ളുണ്ട്, പിന്നെ ക്യാനിലും ഉണ്ട്. പിന്നെ ഇവിടുന്ന് ബ്രോ ധർമ്മപുരി പോവും. അപ്പോൾ നമ്മൾ നേരെ കൊള്ളി ഹിൽസാണ്. അപ്പോൾ ബ്രോൻ്റെ സ്ഥലം വരുന്നത് KGF-ലാണ്, ബാംഗ്ലൂർ KGF. നമ്മളെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ബ്രോൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ലോഡ് നോക്കിയാൽ, ഹോണ്ട ഡിയോണ് വണ്ടി. ഇത് ഫ്രണ്ടിൻ്റെ ഒരു അക്കോ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ ഒരു ബാഗ്, ഇത് ജാക്കറ്റ്, ബാഗ്, ഇത് ബാഗ്, ഇത് സൈഡ് സ്റ്റേ, ഇത് ബാഗ്, ഇതൊരു ബോക്സ്. ഓക്കെ ഓക്കെ ഓക്കെ, ഐ വിൽ കോൾ. സമയം ഏകദേശം 8:30. നമുക്ക് 3.5 മണിക്കൂറുണ്ട് ഇവിടുന്ന് ഓടാനായിട്ട്. 116 കിലോമീറ്റർ ഉണ്ട് കൊള്ളി ഹിൽസിലേക്ക്. നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കിലിയൂർ വാട്ടർഫാൾസ് ഉണ്ട്. അത് അത്യാവശ്യം ചെറിയൊരു വാട്ടർഫാൾസാണ്, നല്ല ദിവസം ഉണ്ടാവും. പിന്നെ എല്ലാവരും പോകുന്നതാണ്. എന്നാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് 1 കിലോമീറ്റർ ഏകദേശം ട്രക്കിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വണ്ടി വെച്ചിട്ട് ട്രക്കിങ് പോകുന്ന അത്ര റിസ്ക് നമ്മളില്ല, നമുക്ക് അങ്ങനെ പോകുന്നത് നടക്കുന്ന കാര്യമല്ല. എന്നിട്ട് നേരെ നാമക്കലിലാണ് നമ്മളുടെ കൊള്ളി ഹിൽസിലത്. നിങ്ങൾ ജസ്റ്റ് കൊള്ളി ഹിൽസ് ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി, അവിടുത്തെ റൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ വന്നത് നമ്മൾ ഫുൾ വില്ലേജിൽ കൂടിയാണെങ്കിലും ഇപ്പോൾ ഫുൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി, ഫുൾ മഞ്ഞിൻ്റെ ഉള്ളിൽ നോക്കി, ഫുൾ പൈൻ ട്രീ ഉണ്ട് കുറച്ചടുത്തൊക്കെ. ഇതൊക്കെ പൈൻ ട്രീ ആണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതായിരുന്നല്ലോ, മേപ്പുണ്ടോ. നമ്മൾ നേരത്തെ കയറി വന്നത് 20 എയർപിൻ സംതിങ് ആയിരുന്നു. അപ്പോൾ ഇത് അതിൽ കുറവാകാൻ ചാൻസ്, കാരണം അത്യാവശ്യം ഇറക്കമില്ല റോഡാണ് വരുന്നത്. നമ്മൾ കയറി വന്നത് വേറെ റൂട്ടാണ്, നമ്മൾ സേലം വഴിയാണ് കയറി വന്നത്. ഇത് നമ്മൾ പോകുന്നത് വേറെ റൂട്ടാണ്. ക്യാമറ ഓഫാക്കാനേ തോന്നുന്നില്ല, അതാണ് വീഡിയോ ലെങ്ത് ഇങ്ങനെ കൂടുതലായി പോകുന്നത്. കിടില റൂട്ട് മോനെ, കിടില റൂട്ട്. മസ്റ്റ് ട്രീ ആണ് ഏർക്കാട്. പറ്റുമെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു 3 മാസത്തിൽ വരാൻ സീസണാണ്. നമ്മൾ ഏകദേശം
ആ ഒരു സ്ഥലത്തു നിന്നാണ് ഇറങ്ങി വന്നത്. കണ്ടോ നിർത്തട്ട വണ്ടി ഇതുണ്ടോ, ആ ഒരു സ്പോട്ടിൽ നിന്നാണ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നത്. നമ്മൾ കയറി വന്നത് ആ ഒരു വഴിയാണ്. ബാക്ക് ഫുള്ള് തോട്ടം, അടക്കയല്ലേ, യെസ് അടക്ക, തെങ്ങ്, വീട്ടിലും തോട്ടം എത്തി, നല്ല തണുപ്പ്. മഞ്ഞൾ നമ്മളെ ബോർഡർ ഫുള്ള് തെങ്ങ്, ഉള്ളിൽ കവുങ്ങിൻ്റെ നടുക്ക് മഞ്ഞൾ, പിന്നെ വേറെ സ്ഥലത്ത് വാഴ, ചെറിയൊരു പെട്രോൾ പമ്പ് കണ്ടോ. പക്ഷേ ഇവിടുന്നായിട്ട് ഹോട്ടലുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകാൻ തോന്നുന്നു. സാപ്പറൊക്കെ തന്നെ എടുക്ക്. ഓക്കെ ചാർജ് പോടാൻ മുടിയുമോ? ഓക്കെ നമ്മൾ കഴിച്ചത് 2 ഇഡ്ഡലി, 2 ദോശ, 1 മുട്ട പൊറോട്ട. കഴിച്ച് ഇപ്പോൾ വന്ന റൂട്ട് എന്ന് പറയുമ്പോൾ ഫുള്ള് വില്ലേജ് സൈഡിലേക്ക് കൂടി വന്നത്. ചെറിയതായി ഇത്ര സ്പേസ് എല്ലാം റോഡിന്. റെയിൽവേ ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ നേരത്തെ മുതൽ ഇവിടം വരെ സെയിം 60 തന്നെയാണ് വന്നത്. ഏകദേശം 14-15 കിലോമീറ്റർ നമ്മൾ 60 തന്നെ വന്നു. ഒറ്റ പ്രത്യേക ആക്സിലേറ്റർ. നല്ല റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്. 60 തന്നെ വന്ന് ആ സ്ഥലമെത്തി. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ചെവിടൊക്കെ അടഞ്ഞ് 2 ചെവിടും ലെഫ്റ്റ് ചെറിയ വേദനയുണ്ട്. പിന്നെ 2 ചെവിടും അടഞ്ഞിട്ടുള്ളത്. മഴ പാടും കോയിലായി വന്നതാരോ ഇവളോ. ഗൈസ് ചെറുങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. எனக்கு நாளைக்கு தான் இறணும் இருக்கு, அதனால தான். கொல்லிமலை அடிவாரமா விடுவாங்களா? ரூம் இல்லை, இது இருக்கு, சின்ன இடம் கிடைச்சா போதும். ஆ ஓகே அண்ணா இங்கே ஸ்டே பண்ண முடியுமா? கையில் டென்ட் இருக்கு, ஸ்டே பண்ண முடியுமா எங்கேயாச்சும்? பண்ண முடியாதா? കൊള്ളി ഹിൽസ് 37, നാമക്കൽ 26, രാശിപുരം 10 കിലോമീറ്ററും കൂടിയല്ലോ. അപ്പോൾ ഇവിടെ ഒരു പമ്പ് കാണുന്നുണ്ട് മാപ്പിൽ. അപ്പോൾ ആ പമ്പിൽ ചോദിച്ചു നോക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽസിനോട് ചോദിച്ചു നോക്കാം. ജസ്റ്റ് കുറച്ച് മണിക്കൂറത്തേക്ക് സ്റ്റേ ചെയ്യുക എവിടെ നിങ്ങൾക്ക് പറ്റുമോ. ഇവിടെ ഇന്ത്യൻ ഓയിലുണ്ട്, നമുക്കൊന്ന് കയറി ചോദിച്ചു നോക്കാം. ടെൻറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുമോന്ന്. അക്ക ഇങ്ങനെ സ്റ്റേ பண்ண முடியுமா? ടെൻറ്റ് போட்டு ஸ்டே பண்ணுறக்கு டென்ட்டு போட்டுட்டு இங்கே முடியாதா? இங்கேயா? ஆமாம், கேட்டு பார்க்கவா? ஆள் இருக்காங்களா? கேட்டு பார்க்குறேன். ടെൻറ്റ് இவ்வளோ ட்ரெக்கிங் இல்லை, வண்டி எடுத்துகிட்டே போயிடுவேன். ஆமாம், கேரளாவிலேருந்து இப்படியே ஏற்காடு வந்து கொல்லி ஹில்ஸ்லேருந்து தஞ்சாவூர் நல்லா வெயிலாக இருக்கும். இப்போ அங்கே கொல்லி ஹில்ஸில் ஓகே போட்டுட்டு வீடியோவில் எடிட் பண்ணி படுத்துட்டு ஈவினிங் வந்து போட்டுருவேன். போட்டுருவீங்க. ഓക്കെ ശരി, ഓക്കെ താങ്ക്സ് അണ്ണാ. ഓക്കെ ഗായ്സ്, ഫൈനലി അത് സക്സസ് ആയി. നമുക്ക് അവിടെ ടെൻറ്റ് ഇട്ടോന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അവിടെ ഒരു ആംബുലൻസ് നിൽക്കുന്നുണ്ടല്ലേ ചെറിയ സ്ഥലം, ആ ആംബുലൻസ് പോകും. അപ്പോൾ അവിടെ നിങ്ങൾ ഇട്ടോന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം സെറ്റാണ്. ചാർജ് കുത്തിക്കോട്ടേയും ചോദിച്ചു, എല്ലാം ക്ലിയറായി. അപ്പോൾ സംഭവം ഹാപ്പിയായി. അപ്പോൾ നമ്മളൊരു സംഭവം ചോദിക്കാണ്ട് ഒരിക്കലും കിട്ടില്ല. നമ്മളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ചോദിക്കുക, സാർ ഇങ്ങനെ വരുന്നതാണ്, നമ്മളിങ്ങനെ വരികയാണ്, അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ പോകാണ്ട്, എനിക്ക് ഇന്ന് ഇവിടെ പോകേണ്ട ആവശ്യമില്ല, അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യണം, നൈറ്റ് മാത്രം, ഈവനിങ് കറക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്ക് മനസ്സിലാവും. ഓർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും. അത്ര നമ്മൾ ചോദിക്കാണ്ട് ഇവിടെ സ്റ്റേ തരുമോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർക്ക് അങ്ങനെ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഭവവും സെറ്റാകുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ജസ്റ്റ് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് വീഡിയോ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. നമ്മൾ ഉച്ച 12:30 മുതൽ ഇവിടെയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ ചോദിച്ച പമ്പ് അങ്ങോട്ടാണ്, അവിടെ കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. വീഡിയോ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്തത്, എഡിറ്റ് ചെയ്തത്, തമ്മിലൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുന്നാണ്.
ജസ്റ്റ് ആ പമ്പ് പോയിട്ട് ടെൻ്റ് അടിച്ചിട്ട് സംഭവം സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കണം. ഉച്ചക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ എവിടെയെങ്കിലും സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞത്. ആണെങ്കിൽ അവിടെ വണ്ടി ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിതാ ഇവിടെ ക്ലീനാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കിയിട്ട് ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇങ്ങന്നാണ് വന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു പെട്രോൾ പമ്പ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തത്. ഇതിൻ്റെ അപ്പുറത്ത് കുറേ ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ടാണ് കൊള്ളി ഹിൽസ് പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം 40 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ടെൻ്റ് ഇങ്ങനെ അടിച്ച് ക്ലീൻ ചെയ്തു. ടെൻ്റ് അടിച്ച് വണ്ടിയിലെ ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് കറക്റ്റ് ടെൻറ്റിനുള്ളിൽ വെച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇനി ടെൻ്റ് വെച്ചിട്ട് വണ്ടി എടുത്ത് വേണം ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. ഗൈസ് നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. നമ്മളധികം ഓടാത്തതുകൊണ്ട് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് പോയി കഴിച്ചത്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒന്നാമത്തെ ദിവസത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്ലോഡ് ചെയ്യണം. അത്യാവശ്യം GB വരുന്നുണ്ട് ഓരോ വീഡിയോയും. ആ 10-15 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഏകദേശം 5-6 GB ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നെറ്റ് കിട്ടുന്നില്ല. അതാണ് ഇങ്ങനെ ഡിലേ ആയി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. ആണെങ്കിൽ അത് പറ്റില്ല. കാരണം റേഞ്ചില്ല. 5G എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീരെ റേഞ്ചില്ല. ഇടയ്ക്ക് 4G ഒക്കെ ആകുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെൻ്റ് കാലിലൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇതാ ടെൻ്റ് കാലിലൊക്കെ അടിച്ച് സെറ്റാക്കി. സോ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസും ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നാളെ പോകുന്നത് കൊള്ളി ഹിൽസാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.